എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 23-ാം തീയതി പുതിയതായി OTT-യിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റത്തെ മൂവി ഗാട്ടാ ഗുസ്തി 2. 2022-ൽ പുറത്തിറങ്ങിയ ഗാട്ടാ ഗുസ്തി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ഗാട്ടാ ഗുസ്തി 2. വിഷ്ണു വിശാലും ഐശ്വര്യലക്ഷ്മിയുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു കുടുംബത്തിലെ ഭാര്യയുടെയും ഭർത്താവിന്റെയും വ്യത്യസ്തമായ സ്വഭാവങ്ങളും അവരുടെ ജീവിതത്തിലെ രസകരമായ പ്രശ്നങ്ങളുമാണ് സിനിമയുടെ പ്രധാന കാതൽ. ഈ സ്പോർട്സ് കോമഡി ഡ്രാമ ഫിലിമിന് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ ജൂലൈ മാസം 31 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഉയർ. റോഷൻ മാത്യു പ്രധാന വേഷത്തിലെത്തുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് M. പത്മകുമാറാണ്. യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ഷാജി മാറാട്ടും നിഖിൽ K. മേനോനും ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ബൈജു സന്തോഷ്, ശ്രുതി മേനോൻ, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് കഥ നടക്കുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കിണറ്റിൽ നിന്നും തിരിച്ചറിയപ്പെടാത്ത ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നതും അത് തെളിയിക്കാനായി നടത്തുന്ന കേസന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ഇതുവരെ ആരും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഓഗസ്റ്റ് മാസം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതൊരു തമിഴ് റൊമാന്റിക് ഡ്രാമ ഫിലിമാണ് മൈലാഞ്ചി. അജയൻ ബാല സംവിധാനം ചെയ്ത ഈ സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഇളയരാജയാണ്. സംഗീതത്തിനും ദൃശ്യഭംഗിക്കും ഏറെ പ്രാധാന്യം നൽകിയാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ശ്രീറാം, കാർത്തിക്, കൃഷ്ണക്കുറുപ്പ് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആഹാ OTT പ്ലാറ്റ്ഫോമാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ കോമഡി ഫാന്റസി ചിത്രമാണ് സീക്രട്ട് ഓഫ് കലിംഗ. കോളേജ് സ്ഥിതി ചെയ്യുന്നത് പഴയ കലിംഗ രാജ്യത്തിന്റെ ഭൂമിയിലാണ്. അവിടുത്തെ ഒരു കിണറ്റിൽ നൂറ്റാണ്ടുകളായി തടവിലാക്കപ്പെട്ട ഒരു രാജകുമാരിയുടെ ആത്മാവിനെ ഒരു പുതുവർഷ രാവിൽ വിദ്യാർത്ഥികൾ യാദൃശ്ചികമായി ഈ കിണറിന്റെ സീൽ പൊട്ടിക്കുന്നു. അതോടെ ആത്മാവ് മോചിപ്പിക്കപ്പെടുകയും ഇതിലൂടെ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സനീഷ് ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനെ കൂടാതെ അൽതാഫ് സലീം, മാളവിക മേനോൻ, റിയാസ് ഖാൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് റൊമാന്റിക് ഡ്രാമ ഫിലിമാണ് ഇതയം മുരളി. സ്വന്തം പ്രണയം തുറന്നു പറയാൻ പഠിക്കുന്ന ഒരു യുവാവിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അഥർവ, ഫഹദ് ഫാസിൽ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഇവരെ കൂടാതെ പ്രീതി മുകുന്ദൻ, കയാദു ലോഹർ, മാളവിക മോഹനൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഈ മൂവിയുടെ ബഡ്ജറ്റ് വരുന്നത് ഏകദേശം 26 കോടി രൂപയാണ്. എന്നാൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരിക്കുന്നത് ഏകദേശം 20 കോടി രൂപയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് 7 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാള മൂവിയാണ് കാട്ടാളൻ. പോൾ ജോർജ് എഴുതി സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പേപ്പെ പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കാട്ടാളൻ. തെന്നിന്ത്യൻ താരങ്ങളായ സുനിൽ, കബീർ ദുഹാൻ സിംഗ്, തുഷാര വിജയൻ ഇവരെ കൂടാതെ ജഗദീഷ് സിദ്ദിഖ് എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പ്രേക്ഷകരുടെ നിരന്തരമായ റിക്വസ്റ്റിന് മറുപടിയായി ഈ മൂവിയുടെ OTT റൈറ്റ്സ് ഇതുവരെ ആരും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഓഗസ്റ്റ് മാസം ആദ്യവാരമോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം പകുതിക്ക് OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതൊരു തമിഴ് കോമഡി ക്രൈം ഡ്രാമ ഫിലിമാണ് കോൺസിറ്റി. 2026 ജൂൺ മാസം 26-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അർജുൻ ദാസ്, അന്നാബൻ, യോഗി ബാബു എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഹാരിഷ് ദുരൈരാജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ചെറിയ തട്ടിപ്പുകൾ നടത്തി ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിന്റെ കഥയാണ് പറയുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാള മൂവിയാണ് പള്ളിച്ചട്ടമ്പി. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസിനെ കൂടാതെ കയാദു ലോഹർ, വിജയരാഘവൻ, സിദ്ദിഖ്, ബാബുരാജ്, സുധീർ കരമന എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സോണി ലിവിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ബോളിവുഡ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ആൽഫ. ആലിയ ഭട്ട്, ഷർവാരി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശിവ റവൈൽ സംവിധാനം ചെയ്ത മൂവിയാണ് ആൽഫ. അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ശക്തരായ 2 വനിതാ ഏജന്റുമാരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. രാജ്യത്തിന് ഭീഷണിയാകുന്ന ഒരു ശക്തനായ വ്യക്തിക്കെതിരെ പോരാടുന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 28 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു തെലുങ്ക് ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് ആസാദി 501. ശിവ തേജ സംവിധാനം ചെയ്ത ഈ സീരീസിൽ ഇന്ത്യയിലേറെ കോലാഹലം സൃഷ്ടിച്ച സംഭവമായ വെറും 251 രൂപയ്ക്ക് സ്മാർട്ട് ഫോൺ നൽകുമെന്ന് പ്രഖ്യാപിച്ച് കോടിക്കണക്കിന് ആളുകളെ പറ്റിച്ച് പണം തട്ടിയ ആസൂത്രിത പദ്ധതി അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ജൂലൈ മാസം 29 മുതൽ ആഹാ OTT പ്ലാറ്റ്ഫോമിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് പ്രൊട്ടക്ടർ. മുൻപ് മിലിറ്ററിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന നിക്കി തന്റെ അക്രമാസക്തമായ ജീവിതമെല്ലാം ഉപേക്ഷിച്ച് മകൾക്കൊപ്പം സമാധാനപരമായ ഒരു ജീവിതം നയിക്കുന്നതിനിടയിൽ നിക്കിയുടെ മകളെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോവുകയും നിക്കി മകളെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. അഡ്രിയാൻ ഗ്രൻബർഗ് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ലാൻഡ്സ്കേപ്പ് പ്ലേ ആണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.